ഹായ്, എൻ്റെ പേര് അശ്വതി മുകുന്ദൻ. ഞാൻ ബേസിക്കലി ട്രിവാൻഡ്രത്തു നിന്നാണ്. ഞാനിപ്പോൾ ഷെയർ ചാറ്റ് എന്നൊരു കമ്പനിയിൽ ഓപ്പറേഷൻസ് ലീഡായിട്ട് വർക്ക് ചെയ്യുവാണ്. അതിൻ്റെ കൂടെ മോഡലിംഗ് പാർട്ട് ടൈമായിട്ട് പാഷനായിട്ട് കൊണ്ടുപോകാം. എനിക്ക് കുഞ്ഞിലേ മുതൽ മോഡലിങ്ങിൽ വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പണ്ട് മിസ് ഇന്ത്യ, മിസ് യൂണിവേഴ്സ് ഒക്കെ ടി വിയിൽ കാണുമ്പോൾ ഞാൻ എൻ്റെ ഒരു ഡ്രസ്സിൻ്റെ ഷോളിൽ മിസ് ഇന്ത്യ എന്ന് പറഞ്ഞ് എഴുതിയിട്ട് മിററിൻ്റെ ഫ്രണ്ടിൽ റാമ്പ് വാക്ക് ചെയ്ത് പഠിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മൂമ്മയ്ക്ക് ഇതറിയായിരുന്നു, എനിക്കിത് ഈ ഫീൽഡിലോട്ട് ഭയങ്കര വരാനായിട്ട് ആഗ്രഹമായിരുന്നു. ഷീ ഈസ് എ വൺ ഹൂ ഗേവ് മീ കോൺഫിഡൻസ് ടു കം ടു ദിസ് ഫീൽഡ്. ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് മിസ് കേരള പേജൻറ്റിലാണ്. ഞാൻ മിസ് കേരള പേജൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഐ ഡിഡ് എ ഷൂട്ട് ഫോർ പീപ്പിൾ ലൈഫ് കരിയർ മാഗസിൻ. അതിന് വേണ്ടി കരാൾക്കടയുടെ ഒരു ഷൂട്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ചെയ്തത്. ദാറ്റ് വാസ് മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആൻഡ് ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് മോഡലിംഗ്. ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഒരു 10 to 12 ഇയേഴ്സായി. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് സ്കൂൾ മുതലാണ്. അപ്പോൾ മുതൽ ഇപ്പോൾ വരെ നോക്കുകയാണെങ്കിൽ ഞാൻ ഒത്തിരി കോൺഫിഡൻസ് ആണ് ഞാൻ ഗെയിൻ ചെയ്തതെന്ന് എനിക്ക് പറയാൻ പറ്റും. അതേപോലെ പ്രൊഫഷണലി എങ്ങനെ ഡീൽ ചെയ്യാം, അതേപോലെ കുറേ പോസസ് പഠിക്കുന്ന കാര്യങ്ങൾ, പിന്നെ ഫോട്ടോഗ്രാഫറിൻ്റെ അടുത്തുള്ള അവർ പറഞ്ഞു തരും എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. കുറേ കോൺസെപ്റ്റ്സും കാര്യങ്ങളും ഐഡിയാസും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി. അത് തന്നെയാണ് ഒരു ഗെയിൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ മൂവീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. മൂവീസ് എന്ന് പറയാൻ പറ്റില്ല, ഞാൻ 2 മൂവി ചെയ്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണം ഇറങ്ങിയിട്ട് പോലുമില്ല. ഒരെണ്ണം ബി ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ സുരേഷ് ഗോപി അഭിനയിച്ച IG എന്ന് പറഞ്ഞിട്ടൊരു മൂവിയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് പ്രിൻറ്റ് ഷൂട്ട്സ് ആയിരുന്നു. പ്രിൻറ്റ് ഷൂട്ട്സ് ചെയ്തിട്ടുണ്ട്, പിന്നെ ആഡ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ആഡ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ആക്ച്വലി കുറേ ഷൂട്ട്സ് ഇടയ്ക്കിടയ്ക്കായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫീൽ ലൈക്ക് എ ഫാമിലി എന്ന് പറഞ്ഞ് എനിക്ക് തോന്നിയൊരു ഷൂട്ട് DP ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു ഷൂട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയായിരുന്നു ഫസ്റ്റ് ടൈം എനിക്ക് ആ ഒരു ഫീൽ ലൈക്ക് ഫാമിലി ആയിരുന്നു. അവർ നല്ല രീതിയിൽ എനിക്ക് കോൺഫിഡൻസ് തന്നു. നല്ല രീതിയിൽ സ്റ്റൈലിസ്റ്റ് ആയാലും ഫോട്ടോഗ്രാഫർ എല്ലാവരും അടിപൊളിയായിട്ട് നമ്മളുടെ അടുത്ത് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുമായിരുന്നു. സോ എനിക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും എനിക്ക് ചോദിക്കാം. ഇപ്പോൾ എന്തെങ്കിലും പോസസ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും എങ്ങനെയാണ് ഏത് ആംഗിളിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഈസി ആയിട്ട് നമുക്ക് കോൺവേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷൂട്ടായിരുന്നു അത്. ഫാമിലി സപ്പോർട്ടെന്ന് പറയാനായിട്ട് ഞാൻ ഒരു അയ്യർ ഫാമിലിയിൽ നിന്നാണ്. സോ മോഡലിംഗ് എന്നൊരു ഇൻഡസ്ട്രിയിലോട്ട് എനിക്ക് വരണം, അല്ലെങ്കിൽ ഈ ഒരു TV അല്ലെങ്കിൽ ഒരു ആക്ടിങ് എന്നൊരു ഫീൽഡിൽ വരണമെന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. സോ എൻ്റെ അമ്മുമ്മ, എൻ്റെ വല്യമ്മ, ഇവർ മാത്രമാണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. അവർക്ക് മനസ്സിലായി എനിക്ക് ഈ ഇൻഡസ്ട്രിയിലോട്ട് വരാൻ ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. കാരണം കുഞ്ഞിലേ മുതൽ ഞാൻ എൻ്റെ വല്യമ്മയോട് ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു, എനിക്കൊരു 5'7" ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ എനിക്ക് മിസ് ഇന്ത്യക്ക് പോകുമായിരുന്നു എന്ന്. അപ്പോൾ അതെപ്പോഴും ഞാൻ പറയുന്നൊരു സംഭവമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ കുറേ ഷൂട്ട്സ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ഡാൻസ് റിയാലിറ്റി ഷോയും അങ്ങനെയൊക്കെ കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ വേണ്ടിയിട്ട് ഞാൻ ഷൂട്ടിന് വേണ്ടി ഞാൻ പോയിരിക്കുമായിരുന്നു. ഞാൻ ഏഷ്യാനെറ്റിൻ്റെ സ്റ്റുഡിയോയിലായിരുന്നു. അപ്പോൾ അച്ഛൻ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് കോളേജിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കോളേജിലില്ല. അപ്പോൾ അവർ സ്പീക്കറിൽ എൻ്റെ പേര് അനൗൺസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ കോളേജിലില്ലാത്തത് കൊണ്ട് അച്ഛൻ വീട്ടിൽ വന്നിട്ട് അതൊക്കെ വൻ സീനായിരുന്നു. ഞാൻ ഷൂട്ടിന് പോയിന്ന് എനിക്ക് പറയാൻ തന്നെ ഭയങ്കര പേടിയായിരുന്നു. അച്ഛൻ വലിയ സപ്പോർട്ടീവ് അല്ലായിരുന്നു. പിന്നെ എൻ്റെ ഒരു സപ്പോർട്ടെന്ന് ആക്ച്വലി പറയുവാണെങ്കിൽ എൻ്റെ ഫാമിലിയിൽ വല്യമ്മ, അമ്മ അവരൊക്കെയായിരുന്നു ഏറ്റവും കൂടുതൽ സപ്പോർട്ട്. പിന്നെ ഞാൻ തന്നെ എൻ്റെ പാഷനായിരുന്നു, എനിക്കത് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് ഞാൻ തന്നെ എന്നെ കൊണ്ടുവന്നതാണ് ഈ ഫീൽഡിലോട്ട്. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ്, അത് എനിക്ക് എന്തായാലും പറയണം. കാരണം കുറച്ച് ഷൂട്ട്സിന് വേണ്ടിയിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ അമ്മേനെയാണ് ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതല്ലാണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ ആയിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഐ ഹാവ് ഫ്യൂ ബെസ്റ്റ് ഫ്രണ്ട്സ്. സോ അവർ ഭയങ്കര സപ്പോർട്ടീവാണ്. അതേപോലെ തന്നെ കുറച്ച് ഫ്രണ്ട്സ് എന്ന പേരിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അല്ലാണ്ട് ബാക്കിൽ കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞു നടന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അതും എനിക്ക് മെൻഷൻ ചെയ്യണം. കാരണം അവർ ഒത്തിരി എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഒത്തിരി അവരുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് ദെൻ അവർ
തിരിഞ്ഞു നിന്നിട്ട് എന്നെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. സോ അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ ഈ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് ബോഡി ഷേമിംഗ് ആണ്. കാരണം ഞാൻ ഭയങ്കര തിന്നാണ്. ഞാൻ കോളേജ് ടൈമിലൊക്കെ ഇതിനേക്കാളും തിന്നായിരുന്നു. സോ ആ ടൈം മുതൽ ഞാൻ ഈ ഇൻഡസ്ട്രിയിലുള്ളതുകൊണ്ട് ഞാൻ ഈ പോർട്ട്ഫോളിയോസൊക്കെ അയക്കുമ്പോൾ എന്നെ ഫോട്ടോസിൽ കാണുമ്പോൾ ദേ തിങ്ക് എനിക്ക് ഭയങ്കര ഹൈറ്റ് ഉണ്ട്, എനിക്ക് വണ്ണമൊക്കെ ഉണ്ടെന്ന്. ആൻഡ് അവർ വെൻ ദേ സീ മീ ഇൻ റിയൽ അവർ വിചാരിക്കും, അവരുടെ ഫേസിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഓക്കെ ദേ ആർ നോട്ട് ദാറ്റ് ഇൻട്രസ്റ്റഡ് ടു മേക്ക് മീ ആസ് എ മോഡൽ എന്ന രീതിയിൽ. സോ എനിക്കതൊക്കെ ഭയങ്കരമായിട്ട് എന്നെ അഫക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ആ ഒറ്റൊരു റീസൺ കാരണം എൻ്റെ കോൺഫിഡൻസ് പോയി, ഞാൻ കുറേ ഷൂട്ട്സ് എടുക്കാണ്ടായി. ദാറ്റ്സ് വെൻ ഐ ടുക്ക് എ ബ്രേക്ക്. എനിക്ക് ഷൂട്ട്സ് വരുമ്പോഴും ഞാനത് എടുക്കില്ല. കാരണം എനിക്ക് ഈ ഒരു ഹ്യൂമിലിയേഷൻ ഫേസ് ചെയ്യാൻ വലിയ താല്പര്യമില്ല. കാരണം എനിക്ക് പേടിയാണ്, പിന്നെ എനിക്ക് കോൺഫിഡൻസ് ഇല്ല. ഇപ്പോൾ അതേപോലത്തെ നമ്മളൊരു ഷൂട്ട്സിന് പോകുമ്പോഴേക്കും അവർ ഫോട്ടോസ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഓക്കെ ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ്. കാരണം നമ്മളൊരു ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ അവരുടെ അടുത്ത് നിന്നൊരു വൈബ് നമുക്ക് കിട്ടും, ഓക്കെ ഈ ഷൂട്ടിൻ്റെ കോൺസെപ്റ്റ് എന്തുമാത്രം ഔട്ട് കിട്ടും എന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാവും ഓക്കെ ഞാൻ ഭയങ്കര മെലിഞ്ഞിട്ടാണ്. എപ്പോഴും ഞാൻ ഫേസ് ചെയ്യുന്നൊരു സംഭവമാണ്, എന്തെങ്കിലും കഴിച്ചുകൂടെ, എന്താണ് ഇത്ര മെലിഞ്ഞിട്ട്. അപ്പോൾ അത് കാരണം ഞാൻ കുറേ ചെയ്യാണ്ട് ഐ ടുക്ക് എ ബ്രേക്ക്. ഞാൻ ഒന്നിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ ഞാൻ തന്നെ ഇങ്ങനെ മാറിയിരുന്ന് അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ വേറെ പലർക്കും വേണ്ടിയിട്ട് അതേപോലെ ഞാൻ ഷൂട്ട്സ് എടുക്കാണ്ട് ഐ ഈവൻ തോട്ട് ഓഫ് ഗിവിങ് അപ്പ് മോഡലിംഗ് അറ്റ് എ പോയിന്റ് ഓഫ് ടൈം. അതൊക്കെ മാറ്റി എൻ്റെ പാഷനാണിത്, ഞാൻ എന്തിന് ഗിവപ്പ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെയും ഷൂട്ട്സ് ചെയ്ത് തുടങ്ങി. ഐ ഡോണ്ട് കെയർ ഇഫ് ഐ ലുക്ക് ലൈക്ക് ദിസ് ഓർ ഞാൻ ബോഡി ഷെയിം കാരണം ഞാൻ എന്തുകൊണ്ട് ഞാൻ ഗീവപ്പ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ്. ആൻഡ് ദിസ് ഈസ് ലൈക്ക് മൈ പാഷൻ സിൻസ് മൈ ചൈൽഡ്ഹുഡ്. സോ ഐ ഡോണ്ട് വാണ്ട് ടു ഗീവ് അപ്പ്. എനിക്ക് കുറേ ഇഷ്യൂസും കാര്യങ്ങളും ഇറ്റ് വാസ് ഗോയിങ് ഓൺ എൻ്റെ പേഴ്സണൽ ലൈഫിൽ അങ്ങനെയൊക്കെ. സോ ആ ഒരു ടൈമിൽ ഐ വാസ് വെരി ഡൗൺ. ആൻഡ് ദിസ് വാസ് ഞാൻ എപ്പോഴും എൻ്റെ ഷൂട്ട്സ് ഞാനിങ്ങനെ കാണുമ്പോഴും ഒയ്യോ ഐ വാസ് ഡൂയിങ് ഓൾ ദീസ് തിങ്സ്, വൈ ഷുഡ് ഐ ഗീവ് അപ്പ്, ആ ഒരു തോട്ട് എനിക്ക് വരുമായിരുന്നു. ആൻഡ് എപ്പോഴും ഞാൻ പറയുന്നത് പോലെ എൻ്റെ ഭയങ്കര പാഷനാണ്. ഇഫ് ഐ ഗെറ്റ് എ ചാൻസ് ഞാൻ ഇത് മാത്രം ദിസ് ഈസ് മൈ കരിയർ എന്ന രീതിയിൽ ഞാൻ കൊണ്ടുപോകും. സോ ഐ തോട്ട് വൈ ഷുഡ് ഐ ഗീവ് അപ്പ്, ദിസ് ഇസ് മൈ പാഷൻ. സോ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഡു ഇറ്റ്. ആൻഡ് അങ്ങനെ ഞാൻ തിരിച്ചു വന്നതാണ്. ഐ ജസ്റ്റ് ലവ് മോഡലിംഗ്. അതുകൊണ്ട് അത് പുറത്ത് പറയാൻ ആക്ച്വലി പാടില്ല, ബട്ട് ഐ ആം എ വെരി ഇമോഷണൽ പേഴ്സൺ. ഞാൻ ഭയങ്കര ഇമോഷണലാണ്. സോ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നിയാൽ സോ ഐ വിൽ ജസ്റ്റ് സ്റ്റാൻഡ് ഫോർ ദാറ്റ് തിങ്. ഇറ്റ് കുഡ് ബി എ പേഴ്സൺ, ഇറ്റ് കുഡ് ബി എ തിങ് ഓർ എനിത്തിങ്. സോ I just give my 100% or even more than that to get that done or anything. അങ്ങനത്തെ ഒരു ഇതാണ്. സോ ഇപ്പോൾ എനിക്കിപ്പോൾ മോഡലിംഗ് ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു ഷൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മാക്സിമം ഔട്ട് ഞാൻ കൊടുക്കാൻ ഞാൻ ശ്രമിക്കും. ബിക്കോസ് അത് തന്നെയാണ് ബാക്കി എല്ലാവരും ചെയ്യുന്നത്, നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ. സോ എൻ്റെ മാക്സിമം ഞാനത് ചെയ്യാൻ നോക്കും. സെയിം തന്നെയാണ് എൻ്റെ പേഴ്സണൽ ലൈഫിലും. സോ ഇഫ് ഐ ലവ് സംവൺ അല്ലെങ്കിൽ എനിക്കൊരാളെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മാക്സിമം ഞാൻ അങ്ങോട്ടേക്ക് കൊടുക്കും. സോ അത് കാരണം തന്നെ ആയിരുന്നു ഒരു സമയത്ത് ഐ തോട്ട് ഓഫ് ഗിവിങ് അപ്പ് മോഡലിംഗ്. അപ്പോൾ അത് അങ്ങനെയായിരുന്നു ഞാൻ അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് ദെൻ മോസ്റ്റ് ഇറിറ്റേറ്റിംഗ് ഈസ് ഒന്നും കഴിക്കാറില്ലേ. ഞാൻ അത് കേൾക്കുമ്പോൾ തന്നെ ഇറ്റ്സ് വെരി ഇറിറ്റേറ്റിംഗ്. അത് എല്ലാവരും ചോദിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഇപ്പം മെലിഞ്ഞിരിക്കുവാണെന്നുണ്ടെങ്കിൽ ഒന്നും കഴിക്കാറില്ലേ എന്ന് ചോദിക്കും. ദാറ്റ് ഈസ് വെരി ഇറിറ്റേറ്റിംഗ് ഫോർ മീ. ഞാൻ ആക്ച്വലി ഇമോഷൻസ് ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളാണ്. ചില സാഹചര്യങ്ങളിൽ ഞാൻ ഇമോഷൻസ് ഞാൻ പുറത്ത് പറയത്തില്ല, ഞാൻ മനസ്സിൽ വെച്ചേക്കും. സോ ഇങ്ങനെ തല്ലണം അങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ളത് വെൻ സമ്മൺ ലൈ ടു യു അബൌട്ട് സംതിങ്. അതായത് ഒരാളെ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അയാൾ പറയുന്നത് സത്യമാണ് എന്ന് നമ്മൾ വിചാരിക്കുന്ന ആ ഒരു മൊമെൻറ്റിൽ വെൻ യു റിയലൈസ് ഓൾ ദീസ് തിങ്സ് ആർ ജസ്റ്റ് ലൈസ്,
എന്ന് റിയലൈസ് ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റ്, ദാറ്റ് മൊമെൻറ്റ്. ഇഫ് യു ലൈക്ക് മോഡലിംഗ് ഇൻഡസ്ട്രി, ഈ ഒരു ആക്ടിങ് അല്ലെങ്കിൽ മോഡലിംഗ് ഇൻഡസ്ട്രിയിൽ വരാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്. ബിക്കോസ് ഈ ഒരു ഫീൽഡിൽ നിങ്ങളുടെ പാഷനാണ് എന്ന് പറയുന്നത് മോഡലിംഗ് എന്ന് പറയുന്നത്. സോ നിങ്ങളത് ഗീവ് അപ്പ് ചെയ്യരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങളുടെ കോൺഫിഡൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു താല്പര്യത്തോടെ നിങ്ങളൊരു കരിയർ ചൂസ് ചെയ്യുമ്പോൾ യു ക്യാൻ ഡു യുവർ ബെസ്റ്റ്. Kendall, I just love the way she do all the shoots. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കെൻഡലിനെ. ഞാൻ അവരുടെ ആ ഒരു പോസസും കാര്യങ്ങളും ഞാൻ കെൻഡലിൽ നിന്നൊരു പേര് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ എല്ലാ മോഡൽസിനെയും ഞാനിങ്ങനെ നോക്കും. അവർ ഓരോരുത്തരും ഓരോ ഡിഫറെൻ്റ് ആണ്. സോ ഞാൻ എല്ലാവരെയും ഞാനിങ്ങനെ ഫോളോ ചെയ്ത് ഐ ജസ്റ്റ് ചെക്ക് അവരുടെ ഓരോരുത്തരുടെയും രീതികളും കാര്യങ്ങളും ഒക്കെ ഞാൻ നോക്കി. ദാറ്റ്സ് ഹൗ ഐ ഡു ഇറ്റ്. എനിക്ക് സെറിനെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കുറേ മോഡൽസിനെ ഇഷ്ടമാണ്. ഞാൻ എങ്ങനെ പെർട്ടിക്കുലറായിട്ട് ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുകയെന്ന് വെച്ചാൽ ഞാൻ കുറേ പേരെ ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങി. ആൻഡ് സെറിനെ ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുവാണ്. സോ ഐ ലൈക്ക് ഹർ എ ലോട്ട്. ബേസിക്കലി ഐ എം എ വെരി ലേസി പേഴ്സൺ. ഞാൻ ഭയങ്കര ലേസിയാണ്. ഞാൻ എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ സ്കിൻ കെയർ റുട്ടീൻസ് ചെയ്തു, ലൈക്ക് കൊറിയൻ സ്കിൻ കെയർ അതുപോലത്തെ കുറേ കാര്യങ്ങൾ. പക്ഷേ ബേസിക്കലി ഐ എം എ വെരി ലേസി പേഴ്സൺ. ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതാണ്. ഞാൻ വീട്ടിലത്തെ തന്നെ പ്രോഡക്ട്സും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഈ മഞ്ഞൾ അല്ലെങ്കിൽ കോഫി സ്ക്രബ് അതുപോലത്തെ സംഭവങ്ങൾ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അതർ ദാൻ ദാറ്റ് ഐ ജസ്റ്റ് ഗോ ടു പാർലർ, ഡു ദ സ്പാ, ദ സിമ്പിൾ നോർമൽ റുട്ടീൻസ്. അതർ ദാൻ ദാറ്റ് നത്തിങ്. See, soup. Mom. I like both. I cannot. Sleep. Messy. Soft. White. Underdressed. City. Work from home now. Beer. Single. Straight. ഞാൻ വലിയ സിംഗറൊന്നുമല്ല. കുഞ്ഞിലെ എൻ്റെ വീട്ടുകാർ എന്നെ ക്ലാസിക്കൽ ഡാൻസിനും ക്ലാസിക്കൽ സിംഗിങ്ങിനും കൊണ്ടുപോയി ജോയിൻ ചെയ്യിപ്പിച്ചു. വല്യമ്മ വലിയൊരു ക്ലാസിക്കൽ സിംഗറായിരുന്നു. സോ അതുകൊണ്ട് മാത്രം കുറച്ച് പാട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്. അല്ലാണ്ട് ജസ്റ്റ് പഠിച്ചിട്ടേ ഇല്ല, എനിക്കൊന്നും അറിയത്തില്ല. സോ ഐ വിൽ സിംഗ് 2 lines. மேகம் திறந்து கொண்டு மண்ணில் இறங்கி வந்து மார்பில் ஒளிந்து கொள்ளவாவா, மார்பில் ஒளிந்து கொண்டால் மாறன் நன்கு வரும், கூந்தலில் ஒளிந்து கொள்ள வரவா, என் கூந்தல் மேகம் தூங்கும் பள்ளி அறையா அறையா, மலர் சூடும் வயதில் என்னை மறந்து போவது நான் முறையா, நினைக்காத நேரம் இல்லை காதல் ரதியே ரதியே, உன் பெயர் சொன்னால் போதும் இன்று வழிந்திடும் காதல் ரதியே, என் சுவாசம் உன் மூச்சு, உன் வார்த்தை என் பேச்சு, 5-6 நூற்றாண்டு வாழ்வோம் என் வாழ்வே வா, மலர்களே மலர்களே இது என கனவா, மலைகளே மலைகளே இது என நினைவா, உருகியதே எனது உள்ளம், திலகிறதே
ഐ ഹാഡ് എ ഗ്രേറ്റ് ടൈം. അതായത് എനിക്ക് കുഞ്ഞിലേ മുതൽ ഞാൻ എങ്ങനെയൊക്കെയാണ് ഞാൻ ഈ ഫീൽഡിൽ വന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഞാൻ ചെയ്തിരുന്നത് എല്ലാം ഞാൻ ആലോചിക്കുന്നുണ്ടായിരുന്നു. ഫ്രം വെരി ബിഗിനിങ് മിസ് കേരള പേജൻറ്റ് മുതൽ അതിൻ്റെ ഇടയിൽ ചെയ്ത കുറേ ഷൂട്ട്സിൻ്റെ കാര്യം ഞാൻ നൊസ്റ്റാൾജിക് അടിച്ചു പോയി. സോ ഐ ഹാഡ് എ ഗ്രേറ്റ് ടൈം. ആൻഡ് ഓൾസോ ഐ ഹാവ് ടു മെൻഷൻ, ഞാൻ ഇങ്ങനെ ഒരു ക്യാമറയുടെ മുന്നിൽ ഒരു ഇൻ്റർവ്യൂ ഞാൻ ഫസ്റ്റ് ടൈമാണ് കൊടുക്കുന്നത്. സോ ദാറ്റ് ടു ഫോർ DP Lifestyle. താങ്ക് യു സോ മച്ച് ഫോർ ദി ഓപ്പർച്യൂണിറ്റി. ആൻഡ് ഇനിയും ഇതേപോലെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഹോപ്പ് യു ഗൈസ് എൻജോയ് ഇറ്റ്. ആൻഡ് സീ യു ഓൾ സൂൺ. ബൈ.